എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധനത്തിനോട് ഒരിക്കൽ ഒരു വ്യക്തി പറഞ്ഞു, നീ എന്നോടൊപ്പം ഉള്ളപ്പോഴെല്ലാം എനിക്ക് വലിയ സന്തോഷമാണ് എന്ന്. അപ്പോൾ ധനം അയാളോട് പറഞ്ഞു, നീ സന്തോഷവാനായി ഇരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും മനസ്സിലായോ? സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും പോസിറ്റീവ് ചിന്തയോടും കഴിയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രമേ ലക്ഷ്മി അഥവാ ധനം ഉണ്ടാവുകയുള്ളൂ. ഇതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവതമാരുടെ കൈ ഇതുപോലെ ഒരു മുദ്രയിലായിരിക്കും. ശ്രീ ലക്ഷ്മി ദേവിയുടെ, ശ്രീ കാളി ദേവിയുടെ, ശ്രീ ആഞ്ജനേയ സ്വാമിയുടെ, ശ്രീ മുരുകൻ സ്വാമിയുടെ, ഏതു ദേവതയുടെ ആയാലും ശ്രീ അയ്യപ്പസ്വാമിയുടെ ഒഴിച്ച്, അയ്യപ്പസ്വാമിയുടേത് ചിന്മുദ്രയാണ്. എല്ലാ ദേവതമാരും ഈ മുദ്രയിലാണ് ഇരിക്കുന്നത്, അല്ലേ? മറ്റ് ദേവതകൾ എല്ലാവരും കാണിക്കുന്ന ഈ മുദ്രയുടെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതാമോ? ഈ മുദ്രയെ പലരും ധരിച്ചിരിക്കുന്നത് നല്ലത് വരട്ടെ എന്നാണ്. എന്നാൽ അതല്ല അതിൻ്റെ അർത്ഥം. തഥാസ്തു അഥവാ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ്. അതായത് നിങ്ങൾ നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ അതായിരിക്കും, നിങ്ങൾ പോസിറ്റീവാണ് പറയുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ദേവനോടോ ദേവിയോടോ പ്രാർത്ഥിക്കുമ്പോൾ, അയ്യോ ദൈവമേ, എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് ഒരുപാട് കഷ്ടതയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദേവത പറയുന്ന മറുപടിയാണ് തഥാസ്തു, അതെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന്. അതിനു പകരം നിങ്ങൾ ദേവനോട് പറയുകയാണ്, എനിക്ക് എല്ലാമുണ്ട് നിന്റെ സഹായത്താൽ, എനിക്ക് നിന്റെ സാമീപ്യവും കരുണയും മതി എന്ന് പറയുകയാണെങ്കിലും ദേവൻ പറയും തഥാസ്തു അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന്. അതായത് പറഞ്ഞു വന്നത്, ഏത് രീതിയിലാണ് ധനം എന്ന എനർജിയോട് പെരുമാറുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മളോടും ധന ഊർജം കാണിക്കുന്നത്. ആ ഊർജത്തെ നമ്മളിലേക്കാക്കി മാറ്റുവാൻ നമ്മൾ അതനുസരിച്ച് ധനത്തോട് പെരുമാറണം. ചില തെറ്റുകൾ നമ്മൾ ധനം എന്ന ശക്തിയോട് ചെയ്യുന്നു. അത് ഏതൊക്കെയെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താം. ആദ്യത്തേത്, ധനത്തെ ബഹുമാനിക്കുന്നില്ല. അത് എങ്ങനെയെന്ന് വെച്ചാൽ ധനത്തെ വൃത്തിയുള്ള സ്ഥാനത്ത് ഇരുത്തുന്നില്ല. എങ്ങനെയെന്നാൽ, ധനം മണി പേഴ്സിൽ വെക്കുമ്പോൾ അതിനോടൊപ്പം പഴയ ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരിക്കും, അതിനോടൊപ്പം പഴയ മരുന്ന് ബില്ലുണ്ടാകും, സാധനങ്ങളുടെ പഴയ ലിസ്റ്റും ഉണ്ടാകും. എന്തിനധികം പറയുന്നത്, ചിലരുടെ മണി പേഴ്സിൽ കോണ്ടം അഥവാ നിരോധം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥാനത്താണോ നിങ്ങൾ ധനത്തെ സൂക്ഷിച്ചു വയ്ക്കുന്നത്? ഇന്നത്തെ കാലത്ത് മണി പേഴ്സിൽ ചില കാർഡുകൾ മാത്രമേ കാണുകയുള്ളൂ. കാശെല്ലാം മൊബൈൽ വഴിയാണ്. എങ്കിലും മണി പേഴ്സിൽ അല്പം കാശ് വയ്ക്കുക. അതിൽ നിലവിലുള്ള എല്ലാ നോട്ടുകളും അതുപോലെ നാണയങ്ങളും ഓരോന്നെങ്കിലും വയ്ക്കുക. എന്നാൽ പഴയത്, അതായത് ഓടാത്ത നോട്ടുകൾ, കള്ള നോട്ടുകൾ, ഓടാത്ത കീറിയ നോട്ടുകൾ, അതുപോലെ കള്ള നാണയങ്ങൾ, ഇതൊന്നും മണി പേഴ്സിൽ വെക്കരുത്. അതുപോലെ മണി പേഴ്സിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ യന്ത്രമോ, അതല്ല എങ്കിൽ ഗോമതി ചക്രമോ വെക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ രുദ്രാക്ഷവും മണി പേഴ്സിൽ വെക്കാവുന്നതാണ്. ധന ഊർജത്തെ വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായി മാറുന്നു. ഇനിയുള്ള കാര്യം ഇതാണ്, കാശ് വയ്ക്കുന്ന മണി പേഴ്സ് അതുപോലെ ബാഗ്, ഇതൊന്നും അലക്ഷ്യമായി കസേരയിലോ ടേബിളിലോ പ്രത്യേകിച്ച് കിടക്കയിലോ ഇടരുത്. ഇത് നിങ്ങളുടെ ധനമൂർജം ക്ഷയിക്കുന്നതിന് കാരണമായി മാറുന്നു. ഇനി അടുത്ത കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും പിശുക്കനായി മാറരുത്. അതിനർത്ഥം ഇത് എന്റേത് മാത്രം എന്ന വിശ്വാസത്തോടെ ഇരിക്കരുത്. കാശിനെ അടച്ചു വെക്കരുത്. അതിനെ ഒഴുകി നടക്കാൻ അനുവദിക്കുക. എന്നാൽ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായിരിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇത് വളരെ അത്യാവശ്യമാണ്. ലഭിക്കുന്ന ധനത്തിന്റെ 1%, 5%, 10%, 15%, 20%,
ദാനമായി നൽകാൻ മനസ്സുണ്ടാക്കുക. ഇത് നിങ്ങളുടെ ധനം പെരുകി വരുന്നതിനുള്ള ഊർജത്തെ സൃഷ്ടിക്കുന്നു. സമ്പാദിക്കുന്ന ധനത്തിൻ്റെ ഒരു നിശ്ചിത തുകയെ അനാഥാശ്രമങ്ങൾക്കോ ദാരിദ്ര്യർക്കോ ദാനം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ധന ഊർജം നിങ്ങളുടെ വരും തലമുറകൾക്കും ലഭിക്കുന്നതായിരിക്കും. അത്യാവശ്യ കാര്യത്തിനായി വരുന്ന ആളിനെ ധനം കൊടുത്ത് സഹായിക്കുവാൻ ശ്രമിക്കുക. കയ്യിൽ കാശുണ്ടായിട്ടും അവരെ വെറും കൈയോടെ അയക്കുന്നത് ശോഭനമായിരിക്കില്ല. ഇനി അടുത്തത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണിത്. ഒരിക്കലും ദാരിദ്ര്യം പറയരുത്. അയ്യോ, എൻ്റെ കയ്യിലില്ല, തീർന്നു പോയി, കഷ്ടത്തിലാണ്, പരിങ്ങലിലാണ്, പ്രയാസത്തിലാണ് എന്നിങ്ങനെയുള്ള സംസാരത്തെ എന്നേക്കുമായി ഒഴിവാക്കുക. ഈ നെഗറ്റിവിറ്റി നിങ്ങളുടെ മണി ഫ്ലോയെ ബ്ലോക്ക് ആക്കുക തന്നെ ചെയ്യും. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഏൽക്കുന്നു. എപ്പോഴും ദാരിദ്ര്യം പറയുന്നവന്റെ കയ്യിൽ സത്യത്തിൽ ഒന്നും ഉണ്ടാകില്ല. അതുപോലെ ഒരിക്കലും ധനം അവന്റെ കയ്യിൽ വരാനും പോകുന്നില്ല. അതിനു പകരം എൻ്റെ കയ്യിൽ പൈസയുണ്ട്, അല്ലെങ്കിൽ പറയുക എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ പൈസ വരാനുണ്ട് എന്നിങ്ങനെ പറയുക. ഇനി ഒരു പ്രധാന കാര്യം പറയാം. കുശുമ്പ് ഇത് ആരോടും പാടില്ല. ആരോടെങ്കിലും നമുക്ക് കുശുമ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇതാണ്: അക്കാര്യങ്ങൾ അവന് കൊടുത്ത ദേവനോട് നമ്മൾ പരസ്യമായി ദേഷ്യപ്പെടുകയാണ് എന്നാണ് അർത്ഥം. ധനവാനെ വെറുക്കുക എന്നത് ഒരു ദരിദ്രന്റെ പൊതു സ്വഭാവമാണല്ലോ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഏതെങ്കിലും രീതിയിൽ അവിടെ ചെന്ന് അവനെ നശിപ്പിച്ച് കുത്തുപാള എടുത്ത് അവനെ തന്നോടൊപ്പം ദരിദ്രനാക്കി മാറ്റണം. അതാണ് ഓരോ ദരിദ്രന്റെയും ആഗ്രഹം. അല്ലെങ്കിൽ അവൻ പറയും എന്തോ കള്ളത്തരത്തിലൂടെയാണ് അവൻ ധനം സമ്പാദിച്ചത് എന്ന്. അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും തരത്തിൽ അധാർമിക പ്രവൃത്തിയിലൂടെയാണ് ധനത്തെ നേടിയതെന്ന് പറഞ്ഞ് സമാധാനിക്കുക. അല്ല എങ്കിൽ അവനെ പ്രാകുക. അതല്ല എങ്കിൽ പറ്റുമെങ്കിൽ കൂടോത്രം ചെയ്യുക. ഇതൊക്കെയാണല്ലോ ചിലരുടെ പൊതു സ്വഭാവം. ബീഡി തീർപ്പ്, അല്ലെങ്കിൽ ചുമടെടുപ്പ്, അല്ലെങ്കിൽ ശരി എന്തോ ആയിക്കോട്ടെ, എന്തായാലും ദാരിദ്ര്യം തന്നെയാണ് ഫലം. അന്യരുടെ ഉയർച്ച കണ്ട് ഈർഷ്യയല്ല തോന്നേണ്ടത്, അവനെ പോലെ ആകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതുപോലെ തുച്ഛമായ ആദർശങ്ങളെ വിളമ്പിക്കൊണ്ടിരിക്കരുത്. ധനം എന്നത് വളരെ മോശമായ ഒന്നാണ്. ധനം നമ്മളെ മോശക്കാരാക്കി മാറ്റും. ധനം ഇന്ന് വരും, നാളെ പോകും. കാശ് കയ്യിൽ വെച്ചിട്ട് എന്താണ് കാര്യം? മുകളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണോ? ഇതുപോലെയുള്ള മലയാളി ഹിന്ദുക്കളുടെ സംസാരം നിങ്ങളും സംസാരിക്കരുത്. ഈ മലയാളി ഹിന്ദുക്കളെ നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഒരിക്കലും ഞാൻ നന്നാവില്ല, ഒരുവനെയും ഞാൻ നന്നാവാൻ അനുവദിക്കുകയുമില്ല എന്ന് ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, അതായത് അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ പ്രതിജ്ഞ എടുത്തവരാണെന്ന് പോലും തോന്നിപ്പോകും അല്ലേ? അവരെ പോലെ നിങ്ങളും ജീവിക്കരുത്. ധനത്തെ ബഹുമാനിക്കുക, ആദരിക്കുക. അതിനെ അടിമയാക്കി വെക്കാനോ പാഴാക്കി കളയാനോ പാടില്ല. ഓരോ കർമ്മത്തിനും ധനം ചെലവാക്കുന്നതിന് മുമ്പ് അത് താൽക്കാലികമായ സന്തോഷവും സംതൃപ്തിയുമാണോ നൽകുന്നതെന്ന് നന്നായി ആലോചിക്കുക. നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കാവൂ. ധനം കയ്യിൽ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ അയക്കുക. അതിനോട് പറയുക, പോയി 10 മടങ്ങായി തിരിച്ചു വരാൻ. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കാശ് ചെലവാക്കാൻ. അതുപോലെ കാശ് കയ്യിൽ വരുമ്പോഴും ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാരായണ നാരായണ എന്ന മന്ത്രത്തെ മനസ്സിൽ ജപിക്കുകയും വേണം. കയ്യിൽ വരുന്ന ശമ്പളത്തിന്റെ 1% നിങ്ങൾ പോലും അറിയാതെ മാറ്റിവെക്കുക. എവിടെയെങ്കിലും സേവ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അപാര ധൈര്യം തരും. ധനത്തെ ഒരിക്കലും നിഷേധിക്കരുത്. എത്രയാണോ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. കമന്റ് ബോക്സിൽ നാരായണ നാരായണ എന്ന മന്ത്രം ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ
യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.